السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. صدق الله مولانا العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: العهد الذي بيننا وبينهم الصلاة. صدق رسول الله صلى الله عليه وسلم. إلهي اهدنا فيمن هديت وخذ بنا إلى الحق نهجا في سواء الطريقة. فيا رب يوصلني إلى أم القرى وإلى الشفيع محمد خير الورى. فيا رب يوصلني إلى أم القرى وإلى الشفيع محمد خير الورى. اعلموا أمة سيدنا محمد صلى الله عليه وآله وصحبه وسلم. സർവാദരവുകൾ നിറഞ്ഞ ഈ മഹല്ല് ജമാഅത്തിന്റെ അഭിവന്ദന നേതൃത്വം, ദീനീ ചൈതന്യത്തിന് വഴികാട്ടിയായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ അബ്ദുള്ള സഖാഫി സദാവറുകൾ, മറ്റു പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ മഹല്ല് ജമാഅത്തിന്റെ സ്നേഹധന്യരായ ഉമറാക്കൾ, സ്നേഹനിധികളായ സഹോദരന്മാർ, പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, കൂട്ടുകാർ, സുപരിചിതരുണ്ട്, പരിചിതരല്ലാത്ത മുഖങ്ങളുമുണ്ട്. ഏതായിരുന്നാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒത്തൊരുമിച്ച് കൂടാൻ അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരോടുള്ള കടപ്പാട് അറിയിക്കുന്നു. റബ്ബിൻ്റെ പൊരുത്തമുള്ള ഒരു സദസ്സാക്കി അള്ളാഹു ഇതിനെ മാറ്റിത്തരട്ടെ. ഈ സദസ്സിൽ നമ്മൾ ചെലവഴിക്കുന്ന എത്രമേൽ സമയമുണ്ടോ അതിനേക്കാൾ 10 മടങ്ങ് സന്തോഷത്തോടുകൂടെ അള്ളാഹു നാളെ ജന്നത്തിൽ ഒരിടം ലഭിക്കാനുള്ള ഒരു കാരണമായി ഈ സദസ്സിനെ അള്ളാഹു മാറ്റിത്തരട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവിധത്തിലുള്ള മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അസുഖബാധിതരായ ആളുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, പലവിധത്തിലുള്ള മാരകമായ വിഷമങ്ങൾ കൊണ്ട് ശാരീരികമായി, സാമ്പത്തികമായി എല്ലാ മേഖലയിലും വളരെ പ്രയാസം സഹിക്കുന്ന പലവിധത്തിലുള്ള ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്നേഹതിഥികളായ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മനസ്സിലെ മുറാദുകൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കട്ടെ. പ്രയാസങ്ങളെല്ലാം അല്ലാഹു നമ്മുടെ മജ്ലിസിന്റെ ഹഖ് കൊണ്ട് പരിപൂർണമായി ആജിലായ എല്ലാവിധത്തിലുള്ള പരിഹാരങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റജബ് മാസം കഴിഞ്ഞ് ശഅബാൻ നമ്മളിലേക്ക് വന്ന് പാതി ദിവസങ്ങൾ പിന്നിടാൻ ഒരുങ്ങുകയാണ്.
ബറാഅത്തും മിനന്നാർ എന്ന് പറഞ്ഞ പരിശുദ്ധ ദിനം, ബറാഅത്തും മിനദ്ദുനൂബ്, ദോഷങ്ങളിൽ നിന്ന് മോചനം, നരകത്തിൽ നിന്ന് മോചനം എന്നിങ്ങനെയെല്ലാം പവിത്രമാക്കപ്പെട്ട പരിശുദ്ധ രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവരാണ് നമ്മൾ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ച ഒരു വാചകം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാഹ്. കരാറ് പൂർത്തീകരണത്തെക്കുറിച്ചാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സ്വലാത്ത് ദിക്റിന്റെ മജ്ലിസിലാണ്. ഈ സദസ്സ് ഇന്ന് നമ്മൾ പിരിയുന്നതിന് മുമ്പ് അത്രമേൽ സ്വലാത്തുകളും ദിക്റുകളും നമ്മൾ ഉരുവിട്ടിരിക്കണം. കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന വളരെ ചുരുങ്ങിയ വാക്കുകളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. റബ്ബിന്റെ സഹായം അള്ളാഹു നൽകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ അത്യുച്ചത്തിൽ സ്വലാത്ത് ചൊല്ലണം. അവിടുന്ന് പറയുന്നുണ്ട്, ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും മനസ്സറിഞ്ഞുകൊണ്ട് എൻ്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്കിത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ സ്വലാത്തിൽ എന്തർത്ഥം, അങ്ങേയറ്റം സ്വലാത്തിനെ പരിചയപ്പെടുത്താൻ നമ്മെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന അതിപ്രധാനമായ ഒരു വാക്ക് കേട്ടാൽ അങ്ങനെയൊക്കെ പറയുമോ എന്ന് തോന്നിപ്പോകുന്ന ഒരു വചനം കൂടെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കണ്ടാൽ കാണുന്നവർ നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് മറ്റുള്ളവരോട് പരസ്പരം ചോദിക്കുന്ന വിധത്തിൽ നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ചലനത്തിലും സ്വലാത്ത് ഉണ്ടായിരിക്കണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓതിവെച്ച ഹദീസിന്റെ അവസാന വചനം സ്വലാത്ത് എന്നാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഇത് പരിശുദ്ധ ശഅബാൻ മാസമാണ്. ഈ ശഅബാൻ മാസവും അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അഭേദ്യമായ ബന്ധമുണ്ട്. പല പ്രസംഗങ്ങളിൽ, പല വർഷങ്ങളിൽ, പല കാലങ്ങളായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ്. ശഅബാൻ മാസം വരുമ്പോൾ നമ്മെപ്പോലുള്ള ആളുകളെല്ലാം അശ്രദ്ധരാണ്. ജനങ്ങൾ മുഴുവനും അശ്രദ്ധവാന്മാരാണ് ഈ പരിശുദ്ധ ശഅബാനിനെ കുറിച്ചെന്നാണ് നിബിധങ്ങൾ കാലെ കൂട്ടി കണ്ടറിഞ്ഞു പറഞ്ഞ പ്രകാരമാണ് അതിനെ നമ്മൾ വായിക്കേണ്ടത്. രണ്ടർത്ഥത്തിൽ നമുക്ക് പറയാം. സ്വലാത്ത് എന്ന പദം ശരിക്ക് കേൾക്കണം, മനസ്സിലാക്കണം. നമ്മുടെ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസത്തെ പോലെ ആവാൻ പാടില്ല ഇന്നത്തെ ദിവസം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 2 ദിവസം ഒരേപോലെ കഴിഞ്ഞാൽ അവന്റെ ജീവിതം കൊണ്ട് യാതൊരു ഉപകാരമില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഇന്നലെ അടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇന്നെന്തെങ്കിലുമൊക്കെ അടിപിടി ഉണ്ടാക്കണം, ഇതല്ല. എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസമല്ല. ഇന്നലെ കഴിച്ചതിനേക്കാണോ കൂടുതൽ ഭക്ഷണം കഴിക്കണം എന്നല്ല, ഇന്നലെ യാത്ര ചെയ്തതിനേക്കാളും ഇന്ന് യാത്ര ചെയ്യണം എന്നല്ല. സൽക്കർമ്മങ്ങൾ കൊണ്ടവൻ ഒരു പടിയെങ്കിലും മുമ്പിൽ നിൽക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ ഓതിയതിനേക്കാണ് കൂടുതൽ ഒരു പേജ് ഖുർആൻ ഓതാൻ പിറ്റത്തെ ദിവസമായ ഇന്ന് നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നലെ ചൊല്ലിയതിനേക്കാണ് കൂടുതൽ 10 സ്വലാത്തെങ്കിലും ഇന്ന് കൂടുതൽ ചൊല്ലാൻ നമുക്ക് കഴിയണം. അല്ലാഹു സന്മനസ്സ് പ്രദാനം ചെയ്യട്ടെ. ഇങ്ങനെയുള്ള ഒരു മുതൽക്കൂട്ടാക്കുന്ന ഒരു മജ്ലിസാക്കി നമുക്ക് ഈ സദസ്സിനെ മാറ്റണം. അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം ശ്രദ്ധിക്കണം. നമ്മൾ ചൊല്ലുന്നതിന് സ്വലാത്ത് എന്ന് പറയുന്നു മുത്തുനബിയുമായി ബന്ധമുള്ളതാണ്. ഇബാദത്തുകളിൽ ശരീരം കൊണ്ടവൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്തായി അള്ളാഹു പരിഗണിച്ചത് സ്വലാത്താണ്. അർത്ഥവ്യത്യാസമുണ്ട്. നിസ്കാരം രണ്ടും ആരുമായി അഭേദ്യ ബന്ധമുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ.
ഏറ്റവും കൂടുതൽ ദുനിയാവിൽ ഒരു മനുഷ്യനോട് അല്ലാഹു ചോദിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം മഹദിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. മുത്തനബി തങ്ങളോട് പറഞ്ഞത്ര ഞാൻ എന്താണ് അല്ലാഹുവിനോട് കൂടുതലായി ചോദിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, യാ ആയിഷത്തു സിദ്ദീഖ, അല്ലയോ ആയിഷ ബീവിയെ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് സ്വർഗ്ഗത്തെയോ അതല്ല ജീവിതത്തിലുള്ള സുഖസൗഖ്യങ്ങളെയോ അല്ല. നമ്മളൊക്കെ കൂടുതലായി അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്ക് സ്വർഗം തരണേ എന്നാണ്. എനിക്ക് സ്വർഗത്തിലെത്തണം, എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അല്ലേ ആഗ്രഹമല്ലേ സ്വർഗത്തിലെത്തണം? അല്ലേ മക്കൾ, ആഗ്രഹമല്ലേ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമല്ലേ? കേട്ടതല്ല സ്വർഗം, ആരും കണ്ടിട്ടില്ല. ഇല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. കേട്ടതല്ല സ്വർഗം. ആ സ്വർഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന പലയിടങ്ങളിൽ കാണാം. ആ സ്വർഗലോകത്തേക്ക് നമ്മൾ എത്തിയാൽ അല്ലാഹു നമുക്ക് നൽകുന്നത് അത്യുന്നതങ്ങളായ പദവികളാണ്. നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ അതിലുള്ള ഫിർദൗസ് ചോദിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ ഫിർദൗസ് ചോദിക്കണം. ആ സ്വർഗലോകത്തെ ഫിർദൗസ് എന്ന ലോകത്തേക്ക് എത്തിയാൽ അല്ലാഹു അവിടുത്തെ അടിമകളോട് സംസാരിക്കുമത്രേ. ഞാനും നിങ്ങളും അവിടെ എത്തുകയാണെങ്കിൽ എന്നോടും നിങ്ങളോടും അല്ലാഹു സംസാരിക്കും. ഓരോ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴും നമ്മളൊന്നും തൃപ്തരാവുന്നില്ല. ഒന്നു ലഭിക്കുമ്പോഴും നമ്മളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ, എല്ലാ വിധത്തിലുള്ള നദികളും അനുഗ്രഹങ്ങളും തേനൊഴുകുന്ന പാലൊഴുകുന്ന കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള പാലിനേക്കാൾ വെണ്മയുള്ള എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നൽകിയാലും അവസാനമായി റബ്ബ് നമ്മളോട് ചോദിക്കുമത്രേ, നിങ്ങൾ എൻ്റെ വാഗ്ദാനങ്ങളെ കൊണ്ട് തൃപ്തിപ്പെട്ടവരാണോ? നിങ്ങൾ എൻ്റെ ഉടമ്പടി കൊണ്ട് തൃപ്തരാണോ? എൻ്റെ വാചകം കൊണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സമാധാനം ലഭിച്ചവരാണോ? അല്ലാഹുവിനോട് എല്ലാവരും മുഖത്ത് നോക്കിയിട്ട് ആ രംഗം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. വർണ്ണിക്കാൻ കഴിയാത്തത്ര വിധത്തിൽ ഒരു നോക്ക് കാണണമെന്ന് മുഖദർശനത്തിന് വേണ്ടി ആ അല്ലാഹുവിന്റെ നൂറിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മെ പോലുള്ള പാവങ്ങളായ അടിമകൾ യാചിച്ച് കേണപേക്ഷിച്ച് റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ എല്ലാ സുഖസൗകര്യങ്ങളും നൽകിയിട്ട് അവസാനം അല്ലാഹു നമ്മോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തൃപ്തരാണോ? നിങ്ങൾക്ക് മനസ്സമാധാനമായോ? നമ്മെപ്പോലുള്ള ആളുകളെല്ലാം മറുപടി പറയുമത്രേ. ആരാണ് സാക്ഷി നിൽക്കുന്നതെന്നറിയുമോ? നമ്മുടെ ഈ വാചകത്തിന് അഷ്റഫുൽ ഖൽഖായ നബി മുഹമ്മദ് മുസ്തഫ ത്രിവിധങ്ങൾ സാക്ഷിയാണ് നമ്മൾ പറയുന്ന മറുപടിക്ക്. എല്ലാവരും പറയത്ര ഇല്ല, തൃപ്തിയായിട്ടില്ല. എന്താ നമുക്ക് മനസ്സിലായി? അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചതാണോ സ്വർഗം? നമ്മൾ കേട്ടതാണോ സ്വർഗം? അള്ളാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വർഗത്തിൽ കിട്ടും. ഇത് ബോധ്യപ്പെട്ടാൽ, ഇത് നമുക്ക് അനുഭവത്തിലേക്ക് വരുമ്പോ റബ്ബ് നമ്മോട് ചോദിക്കൂത്രേ, മതിയായോ, നിങ്ങൾക്ക് തികഞ്ഞോ? നമ്മൾ പൊതുവെ ദുനിയാവിലും അങ്ങനെ തന്നെ, എത്ര കിട്ടി അല്ലേ? അങ്ങനെയല്ലേ നമ്മളൊരു സ്ഥിരമായ നമ്മുടെ അവസ്ഥ വിശേഷം. ഭക്ഷണമായാലും പൈസ തീരെ നമുക്ക് പ്രശ്നമില്ല, എത്ര കിട്ടിയാലും നമുക്ക് മതിയാത്ത സാധനം പൈസ. അതുകൊണ്ടായിരിക്കണം ഉത്തരവ് പറഞ്ഞത്, ഒരു മനുഷ്യന്റെ വായ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ, വയറ് നിറഞ്ഞു എന്ന് സമ്മതിക്കണമെങ്കിൽ മണ്ണ് വായിലേക്ക് നിറയണം എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് അവന് വെക്കണം. അല്ലാണ്ട് ഒരു മനുഷ്യൻ സമാധാനമായി എന്ന് പറയില്ല എന്നാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാനുള്ള ഹൃദയം അള്ളാഹു നമുക്ക് തരട്ടെ. ശ്രദ്ധിക്കണം, അവിടെ നിന്ന് നമ്മൾ പറയുന്ന മറുപടി ഇല്ല എന്ന് പറയുമ്പോൾ അള്ളാഹു ചോദിക്കും, എന്തേ ഇനി നിങ്ങളുടെ ആഗ്രഹം? എന്തേ നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഇത് കേൾക്കുമ്പോ നമുക്ക് സംശയം വരാൻ പാടില്ല. അത് നമുക്ക് ലഭിച്ചത് കൊണ്ടല്ലേ നമ്മൾ സ്വർഗത്തിലെത്തിയത്. ഇനി നമ്മൾ അള്ളാഹുവിനോട് പറയാൻ പോകുന്ന ആഗ്രഹം അത് നമുക്ക് ലഭിച്ചത് കൊണ്ടല്ലേ സ്വർഗപ്രവേശനം ലഭിച്ചത് എന്ന തെറ്റിദ്ധാരണ മനസ്സിലേക്ക് വരാൻ പാടില്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന സ്വർഗലോകത്ത് അവിടെ എത്തിച്ചേർന്നാൽ റബ്ബിനോട് നമ്മൾ വിളിച്ചു പറയുന്ന ഒരേ ഒരു വാചകം, റിളാഉക യാ റബ്ബി ലിഖാഉക യാ അല്ലാഹ്. നിന്റെ തൃപ്തിയാണ് റബ്ബേ,
നിന്റെ തൃപ്തിയാണ് റബ്ബേ. സ്വർഗത്തിന്റെ 7 ലോകത്തേക്ക് കടന്നു ചെന്നാലും ഏത് കവാടത്തിലൂടെ പ്രവേശിച്ചാലും അതിലൂടെ എല്ലാം പറയുന്ന ആര് വരെ പറയുമത്രേ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വരെ അവിടെ നിന്ന് റബ്ബിനോട് പറയുമത്രേ, എനിക്കിനിയും ലഭിക്കേണ്ടത് റിളാഉക യാ റബ്ബ്, നിന്റെ തൃപ്തിയാണ് പടച്ചവനെ. അല്ലാഹു നമുക്കത് തരട്ടെ. അല്ലാഹു വാങ്ങാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ഇതാണ് സ്വർഗം. ഈ തൃപ്തി ദുനിയാവിൽ നമുക്ക് വാങ്ങണം. അല്ലാണ്ട് സ്വർഗത്തിൽ മാത്രം അല്ലാഹു തൃപ്തി തരൂല. ദുനിയാവിൽ നമ്മൾ അതിനെ വാങ്ങി വെച്ചാൽ ധൈര്യമായിട്ട് നമുക്ക് റബ്ബിന് മുമ്പിലേക്ക് ചെല്ലാൻ പറ്റും. അങ്ങനെ സാന്ദർഭികം ആ വിഷയം എന്ന് പറഞ്ഞെന്ന് മാത്രം. സ്വർഗം ചോദിക്കരുത് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ജീവിക്കണമെന്ന് തെറ്റിദ്ധാരണ വരാൻ പാടില്ല. അതിനെ ഞാൻ വിശദീകരിച്ചത്. മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പറയാണ്, യാ റസൂലല്ലാഹ്, എന്താണ് ഞാൻ ചോദിക്കേണ്ടത് നബിയേ എന്ന് പറയുമ്പോൾ നബി തങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, നിങ്ങൾ ചോദിക്കേണ്ടത് നരകത്തിൽ നിന്ന് കാവലാ, നരകത്തിൽ നിന്ന് കാവലാണ് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് ആയിഷ. സ്വർഗം ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നെ നരകത്തിലേക്ക് നിങ്ങൾ എത്തിക്കരുതേ, എന്നെ നരകത്തിലിടരുതേ റബ്ബേ എന്ന് ചോദിക്കണമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ നാവ് കൊണ്ട് നബി തങ്ങൾ പറയാണ്, നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ എൻ്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്നത്, എൻ്റെ ഉമ്മത്തിന് നരകത്തിൽ നിന്ന് കവചമായി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് അസ്സലാ, അത് സ്വലാത്താണ്. ആലോചിച്ചു നോക്കണം. മുത്തനബി തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു നമ്മുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രക്ഷ കിട്ടുമെന്നതിലും വലിയ തെളിവെന്ത് വേണം? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. ഈ പരിശുദ്ധ വചനം ഇറങ്ങിയത് ശഅബാൻ മാസത്തിലാണ്. ശഅബാൻ മാസത്തിലാണ് ഈ വചനം ഇറങ്ങിയത്. അത്രമേൽ നബി തങ്ങളോട് ബന്ധമുള്ളത് കൊണ്ടല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിലും എൻ്റെ മേൽ സ്വലാത്ത് 1 ചൊല്ലിയാൽ 10 സ്വലാത്ത് അല്ലാഹു ചൊല്ലും. അതുകൊണ്ടാണ് അവന് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ കാരണം. നമ്മുടെ സ്വലാത്തിന്റെ പവർ കൊണ്ടല്ല. ആ ചൊല്ലുന്ന സ്വലാത്ത് ആരേറ്റെടുക്കുന്നു? അല്ലാഹു ഏറ്റെടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, ഇന്ന് ഈ സമയത്തിനുള്ളിൽ ഞാൻ 100 സ്വലാത്തെങ്കിലും ചൊല്ലി എന്ന് പറയാനും പറയണ്ട, മനസ്സുകൊണ്ടൊന്ന് ചിന്തിക്കും. ഞാൻ ചൊല്ലിയിട്ടുണ്ടോ? എന്റെ ഇന്നത്തെ പകൽ ഞാൻ ചെലവഴിച്ചത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ടുണ്ടോ? ഈ സമയത്ത് എന്റെ റൂഹിനെ റബ്ബങ്ങ് പിടിച്ചു കൊണ്ടുപോയാൽ, ഈ സമയം എന്റെ കാലാവധി തീർന്നു പോയാൽ. ഇന്നലെ ഇവിടെ അടുത്തൊരു പ്രദേശത്ത് വാടാനപ്പള്ളി ഭാഗത്തൊരു മരണം കേൾക്കുന്നു. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല. അവിടെ നമ്മുടെ മഹല്ലത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവന്റെ ഭാര്യയുടെ മൂത്താപ്പയോ അങ്ങനെ ബന്ധപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഇവിടെ രാത്രി എന്തോ ആവശ്യത്തിന് മഹല്ലത്തിൽ വന്നിട്ടുണ്ടത്രേ. ഒരു സാധനം കൊണ്ടുകൊടുത്തു. വീണ്ടും തിരിച്ച് കടയിലേക്ക് പോയി. തന്റെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നതിനിടയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുടഞ്ഞ് പിറകിലേക്ക് വീഴുന്നു. കാണാതെ ആയപ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞു വീട്ടുകാർ വന്നപ്പോൾ അവശനായി കിടക്കുന്നതാണ് കണ്ടത്. ഒരു റക്ക് വെള്ളം കൊടുക്കുമ്പോൾ അത് കുടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നീട് അനക്കമുണ്ടായിട്ടില്ല. ആ സഹോദരൻ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടോ ഇതെന്റെ അവസാന യാത്രയാണെന്ന്? ആ സഹോദരനെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ടാവില്ലേ വീട്ടിൽ? നമ്മൾ പള്ളിയിലേക്ക് വന്നപ്പോ ഇന്ന് സ്വലാത്ത് വാർഷികത്തിന് ദിക്ർ മജ്‌ലിസിന് നമ്മൾ പോരുമ്പോ, ഞാൻ വരുമ്പോൾ തിരിച്ച് ഞാൻ വരുമോ ഇല്ലയോ എന്ന ഗ്യാരണ്ടി കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ മഗ്‌രിബിന്റെ ജമാഅത്ത് കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തു വന്ന് ഇന്ന് ഇശാ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞ പള്ളിയിലുള്ളവരെ ഏൽപ്പിച്ചു പോരുമ്പോ, നാളെ സുബഹിയുടെ ജമാഅത്തിന് ഞാൻ പള്ളിയിൽ ജമാഅത്തിന് ഇമാമത്ത് നിൽക്കാൻ ഞാൻ ഉണ്ടാ
ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ? ഇപ്പറയുന്ന പ്രഭാഷണം അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ഇത്രമേൽ മനുഷ്യന്റെ കാലിലിട്ട ചെരുപ്പിന്റെ വാറിനേക്കാൾ ചേർന്ന് നിൽക്കുന്നതാണ് ഓരോരുത്തരുടെയും മരണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് നമുക്കിതിന് സമയം? ഇങ്ങനെയുള്ള ഒരു ചിന്ത എൻ്റെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? പ്രസംഗം കേൾക്കുമ്പോ നമുക്കൊരു പക്ഷേ തോന്നും ഒന്ന് നന്നാവണം. ഏതൊരാളെ പ്രസംഗം കേൾക്കുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് നാളെ മുതൽ, ഈ നിമിഷം മുതൽ ഇന്ന് വരെ നമുക്ക് പറയാൻ ആർക്കും തോന്നിയിട്ടില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്കൊന്നും ആവട്ടെ. ഇപ്പൊ നമ്മളൊക്കെ മനസ്സിലുണ്ട്, ഇവിടെ ഒരുമിച്ച് കൂടി ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് റമളാൻ വരട്ടെ. ഇല്ലേ? നമ്മളൊന്നും മനസ്സറിഞ്ഞ് സത്യം പറഞ്ഞ് റമളാൻ വരട്ടെ, പള്ളിയിലൊക്കെ ഒന്ന് സജീവാകണം. ഇല്ല മക്കൾ, നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? തറാവിയൊക്കെ ഒന്ന് വന്ന് കോത്താകം മറിച്ച് എരപ്പ നടക്കൂല. നമുക്ക് തോന്നുന്നുണ്ടോ? നടക്കും? തോന്നുന്നുണ്ടോ? അല്ല ഇവിടെയുള്ള മാഷാ അല്ലാഹ് ഷിയാവുക്കാക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, ഷിയാവുക്ക നമ്മളെ പരിചയിക്കാനോ? നമുക്ക് പേര് വിളിക്കാൻ അറിയുന്ന ആരും മുന്നേ കാണില്ല. എല്ലാവരും മുഖം ഏകദേശം ഏറെക്കുറെ കൂർമ്മുണ്ട്. നിങ്ങൾ പറ, ആർക്ക് എല്ലാം എന്തൊക്കെ പ്ലാൻ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്? എത്ര ഹത്തോന്ന് തീരുമാനിച്ചിട്ടുണ്ട്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് പറയും നമ്മൾ ഈ മുന്നൊരുക്ക ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് മഹലിലൊക്കെ പരിസരത്തൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഖുർആനെ കുറിച്ച് പറയണം എന്നാണ് അധികം ആളുകളും പറയാം. ഖുർആൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ഉദാഹരണമായിട്ട് ചോദിക്കാറുണ്ട്, നമ്മൾ റമളാനിൽ ഖുർആൻ ഓതുന്ന ചെറിയൊരു രൂപം ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ ഓതുന്ന രൂപം ആദ്യത്തെ ദിവസം എല്ലാം ഭയങ്കര ഉഷാറായിട്ട് ഒരു ജ്യൂസ്. ആദ്യത്തെ തറാവി നിസ്കാരം, ഓ എന്ത് തറാവി എന്ത് അല്ലേ? ആ മാസം കണ്ട് നമ്മൾ പ്രതീക്ഷ നിസ്കാരത്തിന് ഭയങ്കര ഉഷാറായിരിക്കും, പള്ളി നിറച്ച ആളുണ്ടോ. രണ്ടാമത്തെ തറാവിക്ക് ഒരാളെന്തായാലും കുറഞ്ഞിട്ടുണ്ടോ? അയ്യോ മോണില്ല. അപ്പോൾ ഈ ആദ്യത്തെ ഖുർആൻ നമ്മൾ ഒരു ദിവസം നമ്മൾ രണ്ടാമത്തെ ഓതിട്ടോ, പിറ്റത്തെ ദിവസം സുബീക്ക് നമ്മൾ ജമാഅത്തിന് വന്ന് ഒന്ന് നാളെ ഓതണം, നേരത്തെ അത്താഴമൊക്കെ കഴിച്ച് പള്ളിയിലെത്തി നമ്മൾ ഖുർആൻ ഓതുന്നുണ്ടാവും. കുറച്ചിങ്ങനെ കഴിഞ്ഞാൽ ജ്യൂസ് ഇങ്ങനെ ഓതി, അപ്പത്തിന് മറ്റേ ചങ്ങായി വരും നമ്മുടെ അടുത്ത് ഒന്ന് കയറി നമ്മുടെ ഇടയിൽ പണി തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമുക്കൊരു പണിയുണ്ട്, ജ്യൂസ് തീരാൻ എത്ര പേജ് ഉണ്ട് അല്ലേ? സത്യം പറഞ്ഞ ഈ പറയുന്നത് ഞാനും ചെയ്യലുണ്ട്. ഉറങ്ങണം തോന്നുന്നുണ്ടെങ്കിൽ കൂടെ അടുത്താണ്. അള്ളാഹ് നമുക്ക് ഈമാൻ തരട്ടെ, അള്ളാഹ് നമുക്ക് ഈമാൻ തരട്ടെ. ഈ കാണുന്ന അവിടെ മുസാഫട്ടിട്ട് അതാ മുസാഫല്ലേ, ഈ അലമാര നമുക്ക് നാളെ സാക്ഷി പറയും. പള്ളിയിൽ പള്ളിയിൽ ഞാൻ എല്ലാ വക്തിനും ജമാഅത്തിന് പോവാറുണ്ട്, പക്ഷെ ഖുർആനെ ഞാൻ തൊട്ടു നോക്കിയിട്ടില്ല. ഓരോ ഖുർആനും സാക്ഷി പറയും, ഒന്നെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ. എല്ലാ ഖുർആനും കൂടി അമ്മക്കെതിരെ തിരിയാൻ നിന്ന് പിന്നെ അമ്മ നേരണ്ടാവും. ഒരു ഖുർആൻ നമ്മൾ എടുത്ത് നോക്കണം, ജസ്റ്റ് ഒന്ന് പൊടി. മാഷാ അല്ലാഹ് അവിടെ കണ്ട് നമ്മളൊക്കെ വന്നിരുന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടെങ്കിലും ഓണം നമ്മളൊക്കെ ഖുർആനും സാധനത്ത് മാത്രം എടുക്കും അല്ലേ? ഒതു വേണ്ട, നിസ്കാരം വേണ്ട, എന്തൊക്കെ പ്രശ്നം അങ്ങനല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കണം. അങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ ഒരു കണിക പോലും ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ, ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ സംശുദ്ധമാക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തുടരുകയാണ്, യാത്ര പോവുകയാണ്. പിറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് ദൂരം യാത്ര ചെയ്തു. പകൽ സമയത്താണ് യാത്ര പോകുന്നത്. ആ പറമ്പിലൂടെ ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. താൻ നട്ടുവളർത്തുന്ന ഈന്തപ്പനത്തോട്ടത്തിന്റെ പരിസരത്തേക്ക് എത്തുമ്പോ എൻ്റെ ഈന്തപ്പനത്തോട്ടത്തിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോ അതിന്റെ പരിസരത്ത് ചെന്നുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുകയാണ്. പെട്ടെന്ന് നബി തങ്ങൾ അവിടെ 2 റക്അത്ത് നിസ്കരിക്കാൻ നിൽക്കുന്നു, സുജൂദിൽ വീഴുന്നു. മുത്തായ നബി തങ്ങൾ സുജൂദിലേക്ക് വീണപ്പോ യാത്രാ സംഘങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ട സ്വഹാബികൾ, നബി തങ്ങളോടുകൂടെ അത്രമേൽ യാത്ര നടത്തിയ സ്വഹാബികളെല്ലാം വളരെ ബേജാറായി പേടിയോടെ നബി തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോ പരസ്പരം നോക്കാൻ തുടങ്ങി. എന്ത് പറ്റി നമ്മുടെ നബിക്ക്, എന്ത് പറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തുണ്ടായി? ഒട്ടും പ്രതീക്ഷിച്ചില്ല. കടന്നിങ്ങനെ പോകുമ്പോ ഈന്തപ്പനത്തോട്ടത്തിലേക്കാണ് കയറി ഒരു സുജൂദിലാണ് വീണു.
നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിക്കൂലേ? പേടി തോന്നും. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. വല്ലാതെ സുജൂദിൽ അങ്ങ് കിടന്നപ്പോ കൂടെ നിൽക്കുന്ന സ്വഹാബികളെല്ലാം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ അടുത്തേക്ക് ചെന്നുപോയി നബിതങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ തൊട്ടു നോക്കി. ഞാൻ പേടിച്ചു പോയി. ഖിഫ്തു നബിതങ്ങളെ അല്ലാഹുവിന്റെ അല്ലാഹു എങ്ങാനും റൂഹ് പിടിച്ചു കൊണ്ടുപോയോ എന്ന് പോലും ഞാൻ പേടിച്ചു പോയി എന്ന് പറയാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അടുത്ത് ചെന്ന് നോക്കുമ്പോ വിയർത്ത് നനഞ്ഞു കുളിച്ചിരിക്കുന്ന ശരീരത്തോടെ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ സുജൂദിൽ കിടന്ന് കരയുകയാണ്. പൊട്ടിക്കരയുന്നത് കേൾക്കുകയാണ്. നബിതങ്ങളുടെ അത്ര നേരം അനക്കമില്ലാതെ കിടന്ന ശരീരം, അത്രമേൽ ചലനമില്ലാതെ കിടന്ന നിശ്ചലാവസ്ഥയിൽ നിന്നിരുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാണ്, മാലക് യാ അബ്ദുറഹ്മാൻ. എന്ത് പറ്റി അബ്ദുറഹ്മാൻ എന്നവരെ? എന്ത് പറ്റി നിങ്ങൾക്ക്? എന്തിനാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം നബിയേ. എൻ്റെ ചിന്ത ഒരൽപ്പം പിറകോട്ട് പോയി നബിയേ. ഞാൻ പേടിച്ചു കൊണ്ടുവന്നതാണ്. കൂടെ നിൽക്കുന്നവരോട് മറുപടി എന്ത് പറയണമെന്നറിയില്ല. എന്റെ പറമ്പിലേക്ക് പ്രവേശിച്ചപ്പോഴാണല്ലോ അങ്ങ് സുജൂദിൽ വീണത്, അനക്കമില്ലാതെ കിടന്നുപോയത്. ഞാനൊരു നിമിഷം നിങ്ങൾ വഫാത്തായി പോയോ, ഞങ്ങളെ ഇട്ടേച്ചു കൊണ്ടുപോയോ എന്ന് വരെ ഞാൻ സംശയിച്ചു റസൂലേ. ആലോചിച്ചു നോക്കണം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ നിശ്ചലമായി കിടന്നത് എന്തെന്ന് നിങ്ങൾക്കറിയണോ? എൻ്റെ അടുക്കലേക്ക് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. എന്നിട്ട് എന്നോട് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെയോ? ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കണ്ണീരോടെ നബിതങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് പറഞ്ഞു തരണം നബിയേ. സ്വഹാബികളൊക്കെ ഇങ്ങനെ ശ്രദ്ധയോടെ കേട്ടു നിൽക്കുകയാണ്. നബിതങ്ങൾ ഒരൊറ്റ വചനമാണ് പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞത് എന്തെന്നറിയോ നബിയേ? അങ്ങയുടെ പേര് കേൾക്കുമ്പോ, അങ്ങയെക്കുറിച്ച് പറയുമ്പോ, അങ്ങേക്ക് വേണ്ടി ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു സ്വലാത്തെങ്ങാനും ആരെങ്കിലും അങ്ങയുടെ പേരിൽ ചൊല്ലിയാൽ അവർക്ക് വേണ്ടി അല്ലാഹു അവിടെ നിന്ന് പൊറുക്കലിനെ തേടാൻ മലക്കുകളെ പറഞ്ഞേക്കും. ആ സ്വലാത്ത് ചൊല്ലിയാൽ മലക്കുകളെ പറഞ്ഞേക്കും. മാത്രമല്ല, ആ മലക്കുകൾ ചേർന്ന് നിന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള ശരീഫിലേക്ക് വരോത്രേ. അങ്ങുള്ള സ്ഥലത്തേക്ക് കടന്നു വന്നിട്ട് പേരിനാൽ, അഡ്രസ്സിനാൽ തന്റെ പിതാവിന്റെ പേര് ചേർത്തി അവിടത്തേക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് പറയുമ്പോ അങ്ങ് അവിടെ നിന്ന് തിരിച്ചവരോട് ആ സ്വലാത്തിന് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ ഈ മാലാഖമാർ തിരിച്ചു ചെന്നുകൊണ്ട് റബ്ബിന്റെ സവിധത്തിലേക്ക് എത്തിയിട്ട്, അല്ലാഹ്, എന്റെ ഹബീബിന്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹു അതുകൊണ്ട് അവിടത്തേക്ക് നിങ്ങൾ പുറത്തു കൊടുക്കണേ എന്ന് മലക്കുകൾ പറയുമ്പോ അല്ലാഹു അവിടെ നിന്ന് തിരിച്ച് ഈ മാലാഖമാരോട് വിളിച്ചു പറയുമത്രേ, ഈ അടിമ, ഈ സ്വലാത്ത് ചൊല്ലിയ അബ്ദ് അടിമ എത്രമേൽ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഞാൻ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്ക്, എന്താ പറഞ്ഞത്? ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അത് പറയാനാണ് ജിബ്രീൽ ആ സമയത്ത് കടന്നു വന്നത്. കേൾക്കുമ്പോൾ കൂടെ നിന്ന ആളുകളെല്ലാം പൊട്ടിക്കരയുകയാ, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഇത്ര കാലം ജീവിച്ചിട്ട്, ഇത്ര കാലം ചേർന്ന് നടന്നിട്ട്, ഇത്രമേൽ ഞങ്ങൾ അങ്ങയെ ചേർത്ത് നിർത്തിയിട്ട് ഇത്ര ദിവസം ഞങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മഹത്വം അറിയാതെ പോയല്ലോ. ഇനി എത്ര കാലം ഞങ്ങൾക്കത് ചെയ്യാൻ
കഴിയുമെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. ഈ വേവലാതിപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കെല്ലാം സ്വർഗം നിർബന്ധമാണെന്ന് പറഞ്ഞ തടിച്ചുകൂടിയ സ്വഹാബികൾ മുഴുവനും നബി തങ്ങളെ കൈപിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. നമ്മളൊക്കെ എവിടെ നിൽക്കണം? നമ്മളൊക്കെ എവിടെ നിൽക്കേണ്ടി വരും? എന്തധികാരത്തിലാണ് നമ്മളെല്ലാം നാളെ അഷ്റഫുൽ ഖൽഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് നബിയേ, എല്ലാ പ്രവാചകന്മാരും നമ്മളെ മാറ്റി നിർത്തുമ്പോ ആദം നബി അലൈഹിസ്സലാമിനോട് അങ്ങ് ഞങ്ങളുടെ വലിയപ്പയാണ്, ആദ്യ പിതാവാണ്, ഇങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചത്, അങ്ങയുടെ ഒരൊറ്റ വചനത്തിന്റെ പേരിലാണ് ഞങ്ങൾ പഠിപ്പിച്ച ദുആണ് ഞങ്ങൾ ഇന്നും ദുആ ചെയ്തിട്ടുള്ളത്. അത്രമേൽ പറഞ്ഞിട്ട് ആദം നബിയെ നമ്മൾ ചെന്ന് കാണുമ്പോ അനമാലഹാ, ഞാൻ അതിന് യോഗ്യനല്ല, എനിക്കതിന് സമയമില്ലെന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ചയക്കുന്ന സയ്യിദുനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം. ആലോചിക്കണം, അവിടുന്ന് താവഴികളായി വന്ന സർവ്വവിധ പ്രവാചകന്മാരും ഇവിടേക്ക് നമ്മൾ ചെന്നിട്ട് ഇങ്ങനെ കൈ നീട്ടുമ്പോ അവസാനം നമ്മൾ ചെന്ന് നിൽക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഹദീസിന്റെ ചർച്ചയിലാണ് നമ്മൾ പോകുന്നത്. ലഹദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാഹ്, ആ കരാറ് പൂർത്തീകരിച്ചവർക്ക് മാത്രമാണ് ഈ ശഫാഅത്ത് ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കും, ഹബീബിന്റെ മുമ്പിൽ നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ചോദിക്കും, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഉമ്മത്തീങ്ങളാണ് ഞങ്ങൾ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ആദ്യമായി ഈ ഒരുമിച്ച് കൂടിയ മുഴുവൻ അടിമകളും വിളിച്ചു പറയുന്നത് അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ചൊല്ലി തീർത്ത സ്വലാത്തുകളുടെ എണ്ണം കണക്കെപ്പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുമത്രേ, ഇത്ര സ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ടുണ്ട്, ഇത്രമേൽ സ്വലാത്തുകൾ ഞാൻ ചൊല്ലിയിട്ടുണ്ട്, ഇത്രമേൽ സുന്നത്ത് നിസ്കാരങ്ങൾ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഓരോരുത്തരും അവനവന്റെ എണ്ണങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ ബോധ്യപ്പെടുത്തും. കൊടുക്കാനായോ? ഒരു മിനിറ്റ്, 2 മിനിറ്റ്, അത് വിസിലെടുക്കൂലേ? നമുക്ക് നിർത്താം. ആ എണ്ണങ്ങളെ റബ്ബിന്റെ ഹബീബിന്റെ മുമ്പിൽ ഇങ്ങനെ ബോധ്യപ്പെടുത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേൾക്കണ്ടുന്ന താമസം എല്ലാം മറന്ന് ചിന്തിക്കണം. ഫാത്തിമ ബീവി ഉണ്ടാവും അടുത്ത്, പേരക്കിടാങ്ങളായി ചേർന്ന് നിർത്തിയ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഉണ്ടാവും. എല്ലാവരും നോക്കി നിൽക്കുമ്പോ അവിടുന്ന് സുജൂദിലേക്കാണ് വീടുന്നത്. സുജൂദിൽ നമുക്ക് പഠിക്കാനുണ്ട്. ആ സുജൂദ് നമ്മൾക്കൊരു കരാറാണ്. ആ കരാറിൽ നമ്മൾ ലംഘനം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ സുജൂദിൽ നമ്മൾ പെടൂല. സ്വലാത്ത് ചൊല്ലിയിട്ടും കാര്യമില്ല. രണ്ടും നമുക്ക് പ്രശ്നമാണ്. 2 സ്വലാത്തിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം. ഒന്ന് സ്വലാത്ത് ചൊല്ലാനുള്ളതാണ്, മറ്റു സ്വലാത്ത് ശരീരം കൊണ്ട് പ്രവർത്തിക്കാനുള്ളതാണ്. ഇത് രണ്ടും നബിതങ്ങളിലേക്ക് ബന്ധമുള്ളതാണ്. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ എന്നെയും നിന്നെയും ചേർത്ത് നിർത്താനുള്ളത് അത് പരിശുദ്ധമാക്കപ്പെട്ട സ്വലാത്താണ്. സ്വലാത്ത് ഇതിന് രണ്ടിനെയും വലയം ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് വാഗ്ദത്തത്തിന് ശേഷം ബാക്കി കുറച്ചുകൂടി പറയാം. നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി സുജൂദിൽ കിടക്കുന്ന മശ്റയിലേക്ക് ഒരുമിച്ച് കൂടുമ്പോൾ ഇത്തരം പേരെടുത്ത് നമ്മുടെ സങ്കടവും വിഷമമൊക്കെ പറയുമ്പോൾ നമുക്ക് വേണ്ടി ഇങ്ങോട്ട് ചെയ്തു തരാനിരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുത്ത് നബി തങ്ങളെ സന്തോഷിപ്പിച്ച ആ സുജൂദ് കൊണ്ടാണ്. നേരത്തെ പറഞ്ഞ ചരിത്രത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, മറ്റൊരു റിവായത്തിൽ വിശദീകരിക്കുന്നുണ്ട്, ആ സുജൂദ് ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞ് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊരു അവസരം എനിക്ക് പഠിച്ചോ തന്നില്ലേ, അതുകൊണ്ട് അള്ളാഹുവിന് ഞാൻ ശുക്റിന്റെ സുജൂദ് ചെയ്തതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്ന് ആലോചിച്ച് നോക്കിയാണ്, എന്താ റസൂലുള്ളാഹിന്റെ സ്ഥാനം, എന്താ മുത്തനബി തങ്ങൾക്ക് അള്ളാഹിന്റെ അടുക്കലുള്ള സ്ഥാനം. അത്രമേൽ സ്ഥാനം ലഭിച്ച അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇക്കാര്യത്തിൽ ഇത്ര പേടിക്കുന്നുണ്ടെങ്കിൽ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ ഇത്രമേൽ ഭയം ഇക്കാര്യത്തിലുണ്ടെങ്കിൽ, ഒന്നിനും കൊള്ളാത്ത എന്നൊരു ആലങ്കാരിക പ്രയോഗമല്ല, നമ്മളൊന്നിനും കൊള്ളാത്തവരാണെന്ന് നമുക്ക് പരിപൂർണമായി ഇങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മുടെ മനസ്സിൽ ഈമാനിന്റെ അത്രയും മോശമായ അളവേ നമുക്ക് ഹൃദയത്തിലുള്ളൂ.
അത്ര മോശത്തിന്റെ അളവ് നമുക്കുള്ളൂ ദേഹത്തിൽ. അത് ദൈനംദിനം നമുക്കിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈമാനിന്റെ കുറവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈമാൻ കൂടുന്നില്ലല്ലോ. ഈ പറയുന്ന എനിക്കും ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് കേൾക്കുമ്പോഴും അവസാന കാലത്തോടെടുക്കുമ്പോൾ ഒരു തിന്മ പറയുമ്പോൾ സംശയങ്ങളുടെ രോഗം കൂടും അവന്റെ ഹൃദയത്തിൽ. ഈമാനുള്ളവന്റെ ഹൃദയത്തിൽ കുറച്ചുകൂടി സമയം ഈമാനുള്ളവന്റെ ഹൃദയത്തിലാണെങ്കിലും ഒരു സംശയത്തിന്റെ നിഴൽ വരാൻ അങ്ങനെ ഉണ്ടാവോ, അങ്ങനെ സംഭവിക്കോ എന്നൊരു ചിന്ത ഈമാനുള്ളവന്റെ ഹൃദയത്തിലേക്കും വരും. ആ സംശയം അതൊരു രോഗമായി അവന്റെ ഹൃദയത്തിൽ പടർന്നു പിടിക്കും. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, അവന്റെ ഹൃദയത്തിൽ അങ്ങനെ സംശയത്തിന്റെ രോഗം പിടിപെട്ട് അതൊരു കറുത്ത കരടായി, കറുത്ത വലിയ പുള്ളിയായത് വന്ന് ഈമാൻ എന്ന് പറയുന്നത് എന്റെ ഹൃദയത്തിൽ ഇല്ലാതെയായി അവസാനം റബ്ബിനെ നിഷേധിക്കുന്നവനായി ഈമാനില്ലാതെ ഭൂമി ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടുന്ന അവസ്ഥയിലേക്ക് വരും. അള്ളാന്റെ ദീനിൽ സംശയിച്ച് അങ്ങനെ വിശ്വാസത്തിന്റെ മേൽ നമ്മുടെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി എത്ര ഇങ്ങനെ ചെയ്താൽ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറത്താണ്. എവിടെയൊക്കെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് രക്ഷ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് വിജയത്തിന് നിദാനമാകുന്നത് രണ്ട് സ്വലാത്തുകളാണ്. ഒന്ന് സ്വലാത്ത് ചൊല്ലുന്നത്, മറ്റൊന്ന് ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിലെ ഏറ്റവും വലിയ പ്രവൃത്തിയായ സ്വലാത്ത് നിസ്കാരം. അതിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അത് സുജൂദാണ്. സുജൂദ് കൊണ്ടാണ് റബ്ബിനെ പിടിക്കാൻ കഴിയുള്ളൂ എന്ന് മശ്ശറയിൽ മുത്തുനബി തങ്ങൾ നമുക്ക് കാണിച്ചു തരാൻ. നമ്മളെ വേവലാതി പറയുമ്പോൾ മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുന്നു. ദീർഘനേരം സുജൂദിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മേങ്ങലടിച്ചുകൊണ്ടുള്ള കരച്ചിൽ സഹിക്കാൻ കഴിയാതെ റബ്ബ് അവിടെ നിന്ന് വിളിച്ചു പറയും, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ വിളിച്ചു പറയും, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് നബിയേ, നിങ്ങളുടെ തല അവിടെ നിന്ന് ഉയർത്തണം. നിങ്ങൾ ഇങ്ങനെ കിടക്കേണ്ടവരല്ല. ഇന്നത്തെ ദിവസം നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടേണ്ടവരല്ല. ഇന്നത്തെ ദിവസം നിങ്ങൾ ഇങ്ങനെ പ്രയാസം സഹിക്കേണ്ടവരല്ല. ആ കണ്ണുനീർ സഹിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് വരുന്ന വിധത്തിലാണ് നബി തങ്ങൾ അല്ലാഹുവോട് നിന്ന് വിളിച്ചുയർത്തുന്നത്. എന്നിട്ട് പറയാണ് നബി തങ്ങൾ, എന്തേ നിങ്ങൾ ആവശ്യം? നിങ്ങൾ എന്നോട് ചോദിക്കണം, എന്നാൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. അങ്ങനെ മുത്തനബി തങ്ങൾ അവിടെ നിന്ന് ആവശ്യമായി പറയുന്നത് ചേർത്ത് നിർത്തേണ്ടുന്ന കുടുംബ ബന്ധങ്ങളെ കുറിച്ചല്ല, ഒരുമിച്ച് നിൽക്കേണ്ടുന്ന പേരക്കിടാങ്ങളെ കുറിച്ചല്ല, സഹധർമ്മികളായി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായി എന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ അടക്കമുള്ള പ്രമുഖരായ നേതാക്കളെ കുറിച്ചല്ല പറയുന്നത്. അവിടെ നിന്ന് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഒരൊറ്റ വാക്കേ പറയുന്നുള്ളൂ. മശ്ശറയിൽ ഒരേ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. അതിനുശേഷമാണ് ഹൗദുൽ കൗസർ വരെ വിതരണം ചെയ്യുകയുള്ളൂ എന്നാണ്. ആലോചിക്കണം കൂട്ടരെ. അതിനുശേഷം അവിടുന്ന് ഹൗദുൽ കൗസർ വിതരണം ചെയ്യൂ. രണ്ടെണ്ണം ഉണ്ടെന്ന് പുറത്തുണ്ടെന്ന് സ്വർഗത്തിലുണ്ട്. രണ്ട് ഹൗദുൽ കൗസർ ഉണ്ടെന്ന് സ്വർഗത്തിലുണ്ടെന്ന് മശ്ശറയിലുണ്ട്. അല്ലാഹു കാണാനും ദാഹം അകറ്റാനും തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ സുജൂദിൽ കിടന്നത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസരം കൊടുക്കാണ്. നബി തങ്ങൾ പറയുന്ന ഓപ്ഷനിലും പറയുന്നത്, എനിക്ക് വേണ്ടി ശ്രദ്ധിക്കണേ, എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി എന്റെ ഉമ്മത്തിനെ പറയും. എനിക്ക് വേണ്ടി എന്നോടുള്ള ഇഷ്ടം കാരണം ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഹദീസ്, ഹുബ്ബൻ വ ഇസ്ഖാ, ഇഷ്ടത്തിനാലും അങ്ങേയറ്റത്തുള്ള
മനസ്സിലുള്ള ആഗ്രഹത്തിനാലും എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയ എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണിത് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അല്ലാഹു വിളിച്ചു പറയും, എന്നോട് നിങ്ങൾ ശുപാർശ ചെയ്യണം, എന്നാൽ ഞാൻ ആ ശുപാർശ സ്വീകരിക്കുന്നതാണ്. എന്തേ എടുത്തു പറയുന്നത്? ചൊല്ലിത്തീർത്ത സ്വലാത്തുകളുടെ കണക്ക് പറയുന്നു. തീർന്നില്ല. എന്റെ ആഗ്രഹ കാരണം ഞാൻ പറഞ്ഞ കൽപ്പന പ്രകാരം അവിടെ നിന്ന് എനിക്ക് വേണ്ടി എന്റെ സുന്നത്താണ് എന്ന് മനസ്സിലാക്കി സുന്നത്ത് നിസ്കാരങ്ങളിൽ സുജൂദ് അധികരിപ്പിച്ച ആളുകളെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു. തീർന്നില്ല. സുജൂദ് അധികരിപ്പിക്കുക എന്ന് മാത്രമല്ല, എല്ലാ വെള്ളത്തിനും തീയണക്കാനുള്ള ശക്തിയുണ്ട്. എന്റെ കൂടെ വരണം. എല്ലാ വെള്ളത്തിനും തീയണക്കാനുള്ള ശക്തിയുണ്ട്. എന്നാൽ തീരെ ഒഴുക്കില്ലാത്ത, പവറില്ലാത്ത വെള്ളം, ശക്തമായി ഒഴുകാത്ത വെള്ളം, ഏത് വലിയ വെള്ളക്കെട്ടുകൾ വന്നാലും അണക്കാൻ കഴിയാത്ത തീരെ ഒഴുക്കില്ലാത്ത, ശക്തമായ ഒഴുക്കില്ലാത്ത, ഒലിവില്ലാത്ത ഒരു ചെറിയ വെള്ളം കൊണ്ട് അണച്ചു കെടുത്താൻ കഴിയുന്ന, കത്തിയാളുന്ന നരകത്തെ, കത്തിച്ചാമ്പലാകുന്ന നരകത്തെ ഇല്ലാതെയാക്കാൻ കഴിയുന്ന ഒരു കണ്ണുനീർ തുള്ളിയുണ്ട്. ഒരു ജലമാണ്. കണ്ണുനീർ തുള്ളികളാണ് മനുഷ്യന്റെ ശരീരത്തിൽ എത്തി വീഴുന്ന കണ്ണുനീർ തുള്ളി. അതെവിടെ നിന്ന് വീഴണം? അത് സുജൂദിൽ കിടന്നുകൊണ്ട് വീഴണം. സുജൂദിൽ കിടന്നുകൊണ്ട് വീഴുന്ന കണ്ണുനീർ. ഫർദ് നിസ്കാരങ്ങളെ കുറിച്ചല്ല വിശദീകരിക്കുന്നത്. അതൊരു മനുഷ്യന്റെ ബാധ്യതയാണ്. ഓവർ ടൈം വർക്ക് ചെയ്യണം, അതിനാണ് കൂലി. മറ്റേ ശമ്പളം കിട്ടുള്ളൂ. അങ്ങനല്ലേ? ഓവർ ടൈം വർക്ക് ചെയ്താലാണ് കൂലി, മറ്റേ ശമ്പളമാണ്, ഫിക്സ്ഡ് സാലറി. പക്ഷെ ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത ആഗ്രഹം കൂടുതലുണ്ടാവും അല്ലെ? വിദേശത്ത് പോയ ആൾക്കാർ ഏതായാലും ഞാൻ വന്നില്ല, എന്തിനാ ഉറങ്ങി തീർക്കുന്നു, കുറച്ചുകൂടി പണി എടുക്കട്ടെ എന്ന് പറഞ്ഞെടുക്കും. അവനവന്റെ പണി എടുക്കുമ്പോൾ നിസ്കരിക്കാൻ റെസ്റ്റിന് പോയാൽ എങ്ങനെങ്കിലും തട്ടിമുട്ടി കുറച്ചു നേരം നിൽക്കാനേ നോക്കുള്ളൂ, സമയം കളയാൻ. ഞാൻ പോയിട്ടില്ല, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞല്ലേ, അങ്ങനെ ചെയ്യുമായിരിക്കും. പക്ഷെ ഇത് അവസരമാണ്, ഇതൊരവസരമാണ്. ഈ അവസരം മുതലെടുക്കാൻ ചാൻസ് ലഭിച്ചിട്ട് കൂടുതൽ കൂടുതൽ പേടിയോടെ, ആഗ്രഹത്തോടെ ചേർത്ത് പറയണം. ഇഷ്ടത്തിനാലും അങ്ങേ അറ്റത്തുള്ള ആഗ്രഹത്തിനാലും അത്യാഗ്രഹത്തിനാലും എനിക്ക് വേണ്ടി എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചവർ. ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. എന്റെയും നിന്റെയും ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സമയങ്ങളുണ്ട്, നഷ്ടപ്പെട്ടു പോയ ഒരുപാട് നിമിഷങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിജപ്പെടുത്താത്ത ഏറ്റവും വലിയ ദിനരാത്രമാണ് ലൈലത്തുൽ ഖദർ. അത് റമളാനിലാണെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ഭൂരിഭാഗ അഭിപ്രായ പ്രകാരം അത് 27-ാം രാവിന്റെ അന്നാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അന്നാണ് എന്നുറപ്പ് പറഞ്ഞിട്ടില്ല. എന്നാൽ ബറാഅത്ത്, മോചനമുണ്ട് നിങ്ങൾക്ക്, എല്ലാറ്റിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ട് എന്ന് എഴുതി വെക്കപ്പെട്ട രാവാണ് ബറാഅത്ത്, മോചന രാവ്. അത് ശഅബാനിന്റെ നിസ്ഫു മിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതിയിലുള്ള രാത്രിയാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ദിവസം നമ്മൾ സുജൂദിൽ കിടന്നാൽ, പതിരാത്രി ഉറക്കമൊഴിച്ച് സുജൂദിലായി വീണാൽ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി റബ്ബിനെ പേടിച്ചുകൊണ്ട് നമ്മൾ കരഞ്ഞാൽ, ആ ശഫാഅത്തിന് അർഹരാവാൻ ആ കണ്ണുനീർ കൊണ്ട് നമുക്ക് കഴിയും. സ്വലാത്ത് കൊണ്ട് നമുക്ക് നരകത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ചോദിക്കേണ്ടത്, അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മോചനമാണ് നമ്മൾ പറഞ്ഞു. ആ മോചനത്തിനുള്ള ഏറ്റവും പ്രധാന വഴി കരയലാണ്, കരച്ചിലാണ്. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. തന്റെ മകനുമായി വലിയ ബന്ധത്തിലാണ്, സ്നേഹത്തിലാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അള്ളാഹുവിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി കേൾക്കുമ്പോഴേക്ക് പിഞ്ചുപാലൻ. ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മക്കൾ, യുവാക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അധികം പ്രായമെത്താത്തവരുണ്ട്. അതിനർത്ഥം പ്രായമെത്തിയവർ കേൾക്കണ്ട, ശ്രദ്ധിക്കണ്ട എന്നല്ല. അവരോട് പ്രത്യേക
പ്രത്യേകിച്ച് നന്മയെക്കുറിച്ച് പറയണമെന്നില്ല. എന്നാൽ വളർന്നു വരുന്ന തലമുറയോട് ഞാൻ സൂചിപ്പിക്കുകയാണ്, നമ്മൾ തിന്മയിലേക്ക് എത്താതെ ഇന്ന് കാണുന്ന പള്ളികളുടെ ഹദ്ദാദുകളിലും ജമാഅത്തുകളിലും നിസ്കാരത്തിലും മറ്റു കാര്യങ്ങൾക്കും പള്ളിയുമായി മുൻപന്തിയിൽ ഇവർ എത്തി നിൽക്കാനുള്ള കാരണം അവരവരുടെ ചെറുപ്പകാലത്തിൽ സമ്പാദിച്ച അറിവുകളാണ്, ഇൽമുകളാണ്. അവർ മനസ്സിലാക്കിയ ദീനിന്റെ കാര്യങ്ങളാണ്, അള്ളാന്റെ ദീനിനെ കുറിച്ച് പഠിച്ചതാണ്. ബഹുമാനപ്പെട്ട ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞതുപോലെ, തന്റെ മകനോട് വിശദീകരിച്ചു കൊടുത്തതുപോലെ സക്കരിയ നബി തന്റെ മകനോട് പറയുകയാണ്, അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു. അതിനിടയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസം സക്കരിയ നബി ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം പുലർന്നു നോക്കുമ്പോ മകനെ കാണാനില്ല. നഷ്ടപ്പെട്ടു പോയ മകനെ ഓർത്തുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. 3 ദിവസം അന്വേഷിച്ച് നടന്നു, കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ നടന്നൊരുപാട് അകലത്തേക്ക് അങ്ങെത്തിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുനീർ കൊണ്ട് നേടാൻ പറ്റുന്ന പ്രതിഫലത്തെ കുറിച്ച് കേട്ടതാണ് ഇതിന് കാരണം. കണ്ണുനീർ കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ വിജയിക്കാൻ കഴിയൂ എന്ന് ബഹുമാനപ്പെട്ട ഉപ്പയുടെ വചനം ഏറ്റെടുത്തുകൊണ്ടാണ് നടന്നു പോകുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നപ്പോ ഒടിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്തൊരു ഖബർ കുടിച്ചു വെച്ചിട്ട് ആ ഖബറിലേക്ക് ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ വല്ലാതെ കണ്ണുനീർ ഒഴുക്കുകയാണ്. തന്റെ മകൻ ഇങ്ങനെ നിന്ന് കരയുന്നത് കണ്ടപ്പോ അത്ഭുതത്തോടുകൂടെ പ്രിയപ്പെട്ട പിതാവ് ചോദിക്കുന്നു, എന്തേ നീ ഇങ്ങനെ കരയാൻ കാരണം? 3 ദിവസമായി ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയാണല്ലോ, എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല, ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ? തന്റെ മകൻ മാറി നിന്ന വിഷമത്തിൽ തെരഞ്ഞു ചെന്ന് നോക്കുമ്പോ ഖബർ കുടിച്ചതിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് പിഞ്ചുബാലനായിരിക്കെ സക്കരിയ നബിയുടെ മകൻ പൊട്ടിക്കരയുന്നതാണ് കാണാൻ കഴിയുന്നത്. എന്തേ നീ കരയാൻ കാരണമെന്ന് ചോദിച്ചപ്പോ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ പറയുന്ന മറുപടി, ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, യുവാക്കളോട്, സ്നേഹധന്യരായ മുത്തുമുഅ്മിനീങ്ങളോട് വളരെ സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടിക്കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ആദ്യമായി എന്നോട് ഞാൻ കൽപ്പിക്കുന്നു, നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുന്നു, ഉണർത്തുന്നു. നാളെ വെള്ളിയാഴ്ച ഇന്നാളെ വെള്ളിയാഴ്ചയാണല്ലോ, വെള്ളിയാഴ്ച രാവിലാണല്ലോ നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച ജുമഅക്ക് മുമ്പ് അള്ളാന്റെ മുമ്പിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി നമ്മൾ പറയുന്ന എന്തേത് ആവശ്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം നിറവേറ്റാൻ അള്ളാഹു ബാധ്യസ്ഥനാണ്, നിർബന്ധിതനാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുമുഅ ദിവസം എന്നാണ് പറഞ്ഞത്. അത് വെള്ളിയാഴ്ച ജുമഅക്ക് മുമ്പാവാം, ജുമഅക്ക് ശേഷമാവാം, എന്തും ചോദിക്കാം. ഒരുമിച്ച് കൂടിയ നമുക്കെല്ലാം എന്തെല്ലാം വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. കാണുന്നവരോട് മുഴുവനും ദുആ ചെയ്യാൻ ഇങ്ങനെ വസിയത്ത് ചെയ്യുക എന്നതിലപ്പുറം ഞാനും നിങ്ങളും ചെയ്യേണ്ടുന്ന ഒരുപാട് ബാധ്യതകളുണ്ട്. അതെല്ലാം ചെയ്യാൻ നാളത്തെ ഒരു ദിവസം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ അവിടുന്ന് തിരിച്ചുകൊണ്ട് ഉപ്പാനോട് ചോദിക്കുന്നു, ഉപ്പാ യാ അബതി, നിന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പാ സ്നേഹത്തോട് വിളിക്കുകയാ, നിങ്ങളല്ലേ പറഞ്ഞത് നാളെ മശ്ശറയിലേക്ക് ഞാൻ കടന്നു വരുമ്പോ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു പാലമുണ്ട്, ഒരു വഴിയുണ്ട്, അത് വിട്ടുകിടക്കാൻ കണ്ണുനീർ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. നിങ്ങളല്ലേ എനിക്ക് പറഞ്ഞു തന്നത് സ്വർഗ നരകത്തിനിടയിലുള്ള ഒരു വഴി വിട്ടുകിടക്കാൻ, അത് ഏറ്റവും കൂടുതൽ അതിൽ വിജയിക്കാൻ കഴിയുന്നത് കണ്ണുനീരോടെ ഭയഭക്തിയോടെ റബ്ബിനോട് ദുആ ചെയ്യുന്നവരെ മാത്രമാണ് അത് ലഭിക്കുക എന്ന് അങ്ങല്ലേ എനിക്ക് പറഞ്ഞു തന്നത്. അത് കേട്ട നിമിഷം മുതൽ എന്റെ മനസ്സിലൊരു പേടി കുടുങ്ങിയതാ. വളരെ ചെറുപ്രായത്തിലാണ് പ്രിയപ്പെട്ട ഉപ്പയോട് എന്റെ മകനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ അവിടെ നിന്ന് സൂചിപ്പിക്കുന്നത്. രണ്ടുപേരും ചേർത്ത് നിർത്തിയിട്ട് കരയുകയാ. രണ്ടാളും ചേർന്ന് നിന്ന് കരഞ്ഞു. ചിന്തിക്കണം, അത്രമേൽ വളരെ ചുരുങ്ങിയ പ്രായത്തിനിടയിൽ റബ്ബിനെ പറഞ്ഞിട്ട് ഹൃദയം കളങ്കമായി, ഹൃദയം തകർന്നുപോയി. അല്ലാഹുവിലുള്ള ആഗ്രഹം മൂർച്ഛിച്ച് ഖബർസ്ഥാനിൽ ചെന്ന് നിന്നല്ല കരയുന്നത്, സ്വന്തമായ ഒരു ഖബർ കുടിച്ച് ആ ഖബറിനെ ഓർത്തോർത്ത് ഇങ്ങനെ ഹൃദയം വിതുമ്പുകയാണ്. എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് എനിക്ക് മോചനം നേടണം, സ്വർഗപ്രവേശനം ലഭിക്കണമെന്നല്ല പറഞ്ഞത്, നരകത്തിൽ നിന്ന് എനിക്ക് മോചനം തരണം. നമ്മൾ ചോദിക്കുമല്ലോ പരിശുദ്ധ റമദാനിൽ ചൊല്ലി നോക്ക്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്.
ഉറക്കച്ചൊല്ല്. അശ്ഹദു അല്ലാ ഇലാഹ. ഉറക്കച്ചൊല്ല്. അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. 10 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ദിക്റുകൾ ഇങ്ങനെ മാറ്റി കൊടുക്കും നമ്മൾ. പക്ഷേ ഈ ദിക്റിനൊരു മാറ്റമില്ല. മാറ്റമുണ്ടോ? അവസാനം വരെ ചൊല്ലൂലേ? ഇവിടെ അങ്ങനെ തന്നെ, ജമാപള്ളിയിൽ അങ്ങനെ തന്നെയല്ലേ? ഈ 10 അവസാനം അല്ലേ? ഈ 3 ദിക്ർ അവസാനം 10 ചൊല്ലൂലേ? ചൊല്ലണം. അങ്ങനെയാണ്. എന്താ അതിന്റെ കാരണം? റമദാനിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടത് സ്വർഗത്തിലേക്ക് പ്രവേശനവും നരകത്തിൽ നിന്ന് മോചനവുമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. കണ്ണുനീരിന്റെ അത്രമേൽ വലിയ പ്രാധാന്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദിനങ്ങൾ നമ്മളിലേക്ക് വരികയാണ്. പരിശുദ്ധ ബറാഅത്തിന്റെ ദിവസം നിസ്കാരങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരുപാട് ആളുകൾ, ഞാൻ പറയുന്നു, നിങ്ങൾ എല്ലാ തിരക്കും മാറ്റിവെച്ച് വന്നതുപോലെ എല്ലാ ആഴ്ചയിലും ഇതുപോലെ സ്വലാത്തിൽ സംഗമിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിലപ്പുറം നിങ്ങളെല്ലാവരും രണ്ടാമത് ഞാൻ പറഞ്ഞ സ്വലാത്തിനെയാണ് ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തേണ്ടത്. അത് പരിശുദ്ധമായ 5 വഖ്ത് നിസ്കാരമാണ്. ആ നിസ്കാരത്തിലെ ഒരു സുജൂദ് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ, ചിന്തിച്ചു നോക്ക്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ലോകം മുഴുവൻ ശപിക്കപ്പെട്ടവനായി മാറാൻ കാരണം ഒരൊറ്റ സുജൂദ് റബ്ബിന്റെ മുമ്പിൽ ചെയ്തില്ല എന്നതുകൊണ്ടാണ്. 17 റക്അത്തിൽ 34 സുജൂദ് നിർബന്ധമായി ചെയ്യേണ്ടുന്ന നമ്മൾ തോന്നുമ്പോ ചൊല്ലാനല്ല. തോന്നുമ്പോ ചൊല്ലിയാണെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, തോന്നുമ്പോ ചൊല്ലി തോന്നുമ്പോ സ്കരിക്കുള്ളൂ. അതല്ല അല്ലേ? തോന്നുമ്പോ ചൊല്ലി അതല്ല നമ്മൾ നിസ്കാരം. നമ്മളെപ്പോഴും പറയാറുണ്ട്, നിസ്കാരം ഇല്ലാണ്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. നമുക്ക് പറയാൻ എന്താണ്? ഇത്ര വൈകിട്ടാണ് വരിക, പണിയെടുത്ത് ഭയങ്കര ക്ഷീണമായിട്ട് നമ്മൾ സുബഹി നിസ്കരിക്കാണ്ട് നമ്മൾ പലരും കടന്നുറങ്ങുന്ന ഒരു പ്രവണത നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. സുബഹിസ്കരിക്കാൻ ബാക്കിയുള്ള നിസ്കാരം നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു കരിമ്പ് ജ്യൂസിന്റെ മെഷീൻ കണ്ടാൽ അവിടുന്ന് ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കും. കുറച്ച് അങ്ങോട്ട് പോയാൽ ഇളനീർ ഷേക്ക് ചെയ്ത് വെച്ചാൽ അത് കുടിക്കും. കുറച്ച് മുന്നോട്ട് പോയാൽ വേറെ എന്തെങ്കിലും വെള്ളം, എന്താ കുലുക്കി സർബത്തോ അങ്ങനെ എന്തെങ്കിലും, അല്ലേ, ലയും അത്തൊക്കെ ഇങ്ങനെ ഓരോന്ന് കണ്ടാൽ അതൊക്കെ ഓരോന്നും കുടിക്കുന്ന പോലെ യാത്രക്കിടയിൽ ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ കാര്യം നമസ്കരിക്കും, അപ്പുറത്തെ മസ്‌രിസ്കരിക്കും. ഒരു കാര്യമില്ല, അതുങ്ങൾ ചെയ്യും. അത് സാന്ദർഭ്യം ചെയ്തു പോകുന്നതാണ്. മനസ്സറിഞ്ഞ് റബ്ബിന് വേണ്ടി നമ്മൾ ഹൃദയം കൊണ്ട് ഒരുങ്ങി ചെയ്യുന്ന ഒരേ ഒരു നിസ്കാരം അത് സുബ്ഹ് മാത്രമാണ്. നമുക്ക് സംശയമുണ്ടോ? എപ്പോഴാണോ നിങ്ങൾ ഉണരുന്നത് അപ്പോഴല്ല സുബ്ഹിസ്കരിക്കേണ്ടത്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നിസ്കാരത്തിനോടൊക്കെ ചേർത്ത് നിർത്തേണ്ടത് നിങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങളെയാണ്. ഇന്ന് സുബ്ഹിയുടെ മുമ്പുള്ള സുന്നത്ത് മുതൽ ഇന്ന് മഗ്‌രിബിന്റെ ആ സമയത്ത് ശേഷമുള്ള സുന്നത്തുകളടക്കം ഞാൻ പരിപൂർണമായി നിസ്കരിച്ചവനാണ് എന്ന് എത്ര ആളുകൾക്ക് ഇവിടെ ഒരുമിച്ച് കൂടിയവർക്ക് പറയാൻ ധൈര്യമുണ്ട്? എത്ര ആൾക്കാർ പറയാൻ പറ്റും? പോട്ടെ, എൻ്റെ വീട്ടിലുള്ള പ്രിയപ്പെട്ടവൾ, എൻ്റെ പ്രിയതമ, എൻ്റെ പ്രായം തന്നെ മക്കൾ, ഇവരിൽ ഇന്ന് 2 റക്അത്ത് സുന്നത്ത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ മുമ്പ് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് എത്ര ഉപ്പമാർക്ക് കഴിയും? നമ്മളെല്ലാവരും അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്, പടച്ചോനെ ബർക്കത്ത് തരണം, ബർക്കത്ത് തരണം. ഇത് ജമാപള്ളി ടൗണിലുള്ള പീടികയിൽ പോയി ചോദിച്ചാൽ കിട്ടൂല. പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ ബർക്കത്ത് കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടൂല. ചെയ്തു വാങ്ങേണ്ട സാധനങ്ങളാണ്. വഴി നമ്മൾ തെളിയിച്ചു കൊടുക്കണം, വഴി നമ്മൾ ഇട്ട് കൊടുക്കണം. വീട്ടിൽ എപ്പോഴും അസുഖമാണ്, എപ്പോഴും രോഗമാണ്, എപ്പോഴും ബുദ്ധിമുട്ടാണ്, എപ്പോഴും കഷ്ടപ്പാടാണ്. എല്ലാവരോടും ദ്വാരക്കാൻ പറയുന്നുണ്ട്, കഷ്ടപ്പാട് മാറുന്നില്ല. കാരണം ആ വീട്ടിലേതെങ്കിലും ഒരാൾ സുബ്ഹിയില്ലാതെ കിടന്നുറങ്ങുന്നവനുണ്ട്, ഏതെങ്കിലും ഒരാൾ സുബ്ഹിയുടെ സമയം തെറ്റി നിസ്കരിക്കുന്നവനുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനി സുബ്ഹി നിസ്കരിക്കുന്നുണ്ട്, എന്നിട്ടും എൻ്റെ വീട്ടിലെ അസുഖമൊന്നും മാറുന്നില്ലേ? ഞാൻ പറയുന്നത് സുബ്ഹിയുടെ മുമ്പുള്ള സുന്നത്ത് പതിവാക്കണം, തഹജ്ജുദ് പതിവാക്കണം, രാത്രി നിസ്കാരങ്ങൾ നിലനിർത്തണം. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ 2 റക്അത്ത് എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ സമയം കണ്ടെത്തണം. ഇല്ലേ, എന്റെയും നിന്റെയും ജീവിതത്തിൽ യാതൊരു അർത്ഥമില്ല, യാതൊരു അർത്ഥമില്ല, ഒരർത്ഥമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. സുബ്ഹിക്ക് ജമാഅത്തിന് എത്ര ആൾക്കാർ പള്ളിയിൽ ഉണ്ടാവില്ലെന്ന് കൈവക്കും. ഇവിടെ ഈ പള്ളിയിൽ സുബ്ഹിക്ക് ജമാഅത്തിന് എത്ര ആൾക്കാരുണ്ട്? ഈ സദസ്സിൽ കൂടി ആൾക്കാർ
ഒന്ന് കൈവക്കാൻ പറ്റുമോ? ഷാബുക്ക് അവിടെ അല്ലെങ്കിൽ ഇവിടെ കൂടുതലുണ്ട് അല്ലേ? ഇത്ര ഉണ്ട് സാർ സുബഹിക്ക് ജമാഅത്ത്? ഇത്ര ഉണ്ടോ? ഇതിന്ന് 4-5 ഇന്ന് പെരുങ്ങോട്ടര പള്ളിയിൽ സുബഹിസ്കാരത്തിന് ഇന്നും ഇന്നലെയൊക്കെ 3-3.5 സൊഫാളുണ്ട് സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന്. മദ്രസ പഠിക്കുന്ന കുട്ടികളടക്കമുണ്ട്. പെരുങ്ങോട്ടര പള്ളിയിലത്തെ സൊഫുകൾ കണ്ടതല്ലേ? അത് 3.5 സൊഫുകളാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, നിങ്ങൾ വന്നു നോക്കോ നാളെ സുബഹിക്ക്. അങ്ങനെയൊക്കെ ഏതെങ്കിലും ജമാഅത്ത് കൊടുത്താൽ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ. നമ്മൾ അബ്ദുറഹ്മാൻകാടുണ്ടാലും സുബഹിക്ക് ജമാഅത്തിന് നടക്കുക. ഒന്ന് ആലോചിച്ചു, നമുക്ക് കൂടണ്ട. ഇനി എപ്പോഴാണ് നമ്മളിത് വരിക? ഇപ്പൊ സുബഹി ജമാഅത്ത് എപ്പോഴാ? 6 മണിക്ക്, 5:40, 5:45 നിസ്കാരം. ഇത് ലൈവ് എവിടുക്കാൻ പോണത്? പടച്ചാണ്. ഒരുപാട് ആൾക്കാർ സുബഹിക്ക് ജമാഅത്തിൽ പങ്കെടുക്കുന്ന സ്ഥലം ആവണം. നാളെ മുതൽ ഉറക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അള്ളാഹ് തൗഫീഖ് തരട്ടെ. ഇല്ല, ഈ പള്ളി പ്രതികൂലമായി സാക്ഷി പറയും എനിക്കും നിങ്ങൾക്കും. ഇനി വീട്ടിൽ ജമാഅത്ത് നടക്കാറുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയുമായി മക്കളുമായി ഒന്നിച്ച് സുബഹി ജമാഅത്ത് നടത്തുന്നവരാണ്. ബസ് അത് മതി. പള്ളി തന്നെ വരണമെന്നില്ല. രണ്ടും ഇല്ലാണ്ടിരിക്കരുത്. വീട്ടിൽ സുബഹിക്ക് എല്ലാവരും കിടന്നുറങ്ങുകയാണെങ്കിൽ ആ വീടും എല്ലാം ഇബ്ലീസിന്റെ പാർട്ടികളാണ് പോലെ കൂടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ഇനി എപ്പോഴാ സമയം? ഈ പരിശുദ്ധ ശഅബാൻ മാസം വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖബർസ്ഥാനിൽ കിടക്കുന്നവരെ ഓർക്കാൻ, ഒന്ന് കണ്ണുനീരൊഴുക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രത്യേകിച്ച് നാളെ വെള്ളിയാഴ്ച കൂടെ. വെള്ളിയാഴ്ച ഒന്ന് നന്നായിട്ട് ഒരുങ്ങി നാളെ ജുമാക്ക് മുമ്പ് ഇൻഷാ അല്ലാഹ് ഈ പ്രിയപ്പെട്ട ഇവിടെ ഒരുമിച്ച് കൂടിയ മക്കളെല്ലാം സുബഹിക്ക് ഇല്ലെന്ന് സുബഹിസ്കരിച്ച മക്കളൊന്ന് കൈവക്കിയേ. സുബഹിസ്കരിച്ച ആൾക്കാർ മക്കൾ നിസ്കരിച്ചിട്ടുണ്ടോ? സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ. നല്ല കുട്ടികളാവണം. നിസ്കാരം ഇട്ട് കളിച്ചാൽ പറഞ്ഞില്ലേ, ചെറുപ്പക്കാരും പ്രായം ഇവരാണ് വളരേണ്ടത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇത് ജമാഅത്തിന് കാണുന്ന ആളുകളൊന്നും ചിലപ്പോൾ കണ്ടോണമെന്നുണ്ടാവില്ല. ചിലപ്പോൾ ഈ കാണുന്ന ആൾക്കാർ ചെറുപ്പക്കാരെയും കണ്ടോണമെന്നുണ്ടാവില്ല. എല്ലാം തിരിച്ചു അങ്ങോട്ടൊക്കെ ആവാം. ഇനി ഇത് കൂടുതൽ ചിന്തിച്ചിരിക്കാൻ സമയമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും സംഭവിക്കാം. എല്ലാ അടയാളങ്ങളും ലോകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ അടയാളങ്ങളും ഖുർആനായിട്ട് ഒരു മനുഷ്യനൊരു ബന്ധമില്ല. ഖുർആനായിട്ട് എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ഖുർആൻ പാരായണം, യാസീനും തബാറക്ക് അല്ലാണ്ട് പോകുന്ന ആൾക്കാരുണ്ട് എന്ന് പറയാൻ എത്ര ആൾക്ക് പറ്റും? എത്ര ആൾക്കാർക്ക് പറ്റും? ഇതൊന്നും മെച്ചപ്പെടുത്താതെ, ഇതൊന്നും റെഡിയാക്കാണ്ട് നമ്മൾ വേറെ എന്ത് പണിയെടുത്തിട്ട് കാര്യമില്ല. വീട് പണി തുടങ്ങിയാൽ പൂർത്തിയാക്കാൻ പറ്റൂല. ബിസിനസ് തുടങ്ങിയാൽ പുള്ളിയും പ്രശ്നമാവും. കാരണം എന്താ? റബ്ബിനോട് നമ്മൾ അങ്ങോട്ട് ഒരു വഴിയിൽ അവന് കൊടുക്കേണ്ടത് എവിടെയോ വീഴ്ച വരുത്തിയിട്ടുണ്ട്. നല്ല ഉന്നത സ്ഥാനത്ത് കൊണ്ടുപോയിടും. പെട്ടെന്ന് അടിവേര് ഇറക്കും. കാരണം എന്താ? കുറെ കാലം എനിക്കാണ് തരുന്നത്, പക്ഷെ ഈ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചെയ്യും. ബിസിനസ് കാരണം സുബഹിക്ക് എണീക്കാൻ പറ്റുന്നില്ല, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നു. അല്ലാഹ് വെറുതെ വിടുവോ? അള്ളാഹു കൊടുക്കാനുള്ള അങ്ങോട്ട് കൊടുത്താൽ പടച്ചവന്റെ ഖജനാവിൽ നിന്ന് നമ്മൾ അറിയാത്ത വഴിയിൽ അള്ളാഹു നമ്മളിലേക്ക് എത്തിച്ചു തരും. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. അള്ളാഹു ബോധമുള്ള സന്മനസ്സ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സജീവമായ ശ്രദ്ധ പുലർത്തണം. നമസ്കാരത്തിൻ്റെ കാര്യം അതുപോലെ ഒരു ദിവസം കുറച്ചെങ്കിലും സ്വലാത്ത് ചൊല്ലാതെ ഞാൻ ഉറങ്ങൂലെന്ന് തീരുമാനിക്കാം. കുട്ടികളൊക്കെ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 33 സ്വലാത്ത് ചൊല്ലൂലേ? ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് കൈവക്കി. 33 സ്വലാത്തിൽ നിന്ന് കുട്ടികൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലും എന്ന് പറയാൻ ധൈര്യമുള്ള കുട്ടികൾ ഇൻഷാ അല്ലാഹ് പറ കൈ പൊക്കി. നല്ല കുട്ടികൾ ധൈര്യമായിട്ട് പൊക്കി. മനസ്സ് പഠിക്കുന്ന നല്ല കുട്ടികളാണ്. ഒരു 33 സ്വലാത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് അള്ളാഹു നല്ല കുട്ടികളാക്കട്ടെ. അതും വേണ്ടെങ്കിൽ ആമീൻ പറ. അള്ളാഹു നല്ല കുട്ടികളാക്കി തരട്ടെ. സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ. ഇതാണ് നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ്. വേറെ എന്ത് കൊടുക്കണം? ഇപ്പോൾ കുട്ടികളോട് നിങ്ങൾ എന്ത് സോഫ്റ്റ്വെയർ പറഞ്ഞാലും, എന്ത് ആപ്ലിക്കേഷൻ പറഞ്ഞാലും, എന്ത് ഫോം ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞാലും എല്ലാം ചെയ്തരും. സ്പോട്ടിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് കൈകൊണ്ട് ചെയ്തുതരും. മോനെ ഖുർആൻ എടുത്തിട്ട് അവസാനം ഇതൊന്ന് വായിച്ചെന്ന് പറഞ്ഞാൽ പറ്റില്ല. ആൾക്കാരും സമയമില്ല. എന്നിട്ടിപ്പോൾ എല്ലാ സംവിധാനം, ആധുനിക ടെക്നോളജി. ഇപ്പോൾ മീഡിയ തുറന്നാൽ കാണുന്നത് 30 ജുസു നിങ്ങൾക്ക് മുസ്ഹഫില്ലാതെ സ്വന്തമായി പ്ലേ ചെയ്യാം, കേൾക്കാം. നിങ്ങൾ ഓതേണ്ടതില്ല. നിങ്ങളിങ്ങനെ നോക്കുമ്പോഴേക്കും അതിങ്ങനെ കേൾക്കും. ഇന്നൊരു ഇത് വായിച്ചതാണ്, ഒരു ആപ്ലിക്കേഷൻ കണ്ടു ഞാൻ ഫേസ്ബുക്ക് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ കണ്ടതാണ് 30 ജുസ് എളുപ്പത്തിൽ തീർക്കാം. എന്താ സംഭവം? കേൾക്കുക. വെറുതെ ഒന്ന് ഓപ്പൺ ആക്കി വെക്കുമ്പോൾ അത് തൊടുമ്പോഴേക്ക് സാധനം ഇങ്ങോട്ട് കേൾക്കുക. നമ്മളതിൻ്റെ കൂടെ അങ്ങനെ ഓതി കൊടുത്താൽ മതി എന്ന് പറയുന്നത്. കൂലിയിട്ട് പഠിച്ചു. അള്ളാഹ് കാക്കട്ടെ, അള്ളാഹ് കാക്കട്ടെ. മുസാഫ് പിടിച്ച് മൊബൈൽ പിടിച്ചിട്ട് 10 പഠിച്ചോൻ്റെ അടുത്ത് 10 എനിക്ക് തോന്നുന്നില്ലേ?
അപ്പോഴാണ് ഈ ഖുർആൻ നാളെ ശഫാഅത്തിന് വരുന്നിടത്ത് നമുക്ക് വലങ്ങുതടിയായി നിൽക്കുക. അള്ളാഹു നമുക്ക് ഈമാനുള്ള ഹൃദയം തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. പറഞ്ഞ സമയം അതിക്രമിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, എത്ര സമയം ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ സുജൂദ് കൊണ്ട് സന്നദ്ധരാവണം. മുത്തനബിയുടെ ശഫാഅത്ത് ലഭിക്കാൻ, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ, സ്വർഗപ്രവേശനം ലഭിക്കാൻ സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ട് അധികരിപ്പിച്ചുകൊണ്ട് ഈ പിഴച്ച കാലഘട്ടത്തിൽ റബ്ബിന്റെ സന്നിധിയിൽ പിടിച്ചു നിൽക്കാൻ, ഈമാനിക ഹൃദയത്തോടെ ജീവിക്കാൻ എല്ലാവരും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട വീട്ടിലുള്ള സഹോദരിമാർ അടക്കമുള്ളവർ എല്ലാ നിലയിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് നമുക്ക് ദുആ കഴിഞ്ഞ് സ്വലാത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.